ഈ ഗർഭാശയത്തിന് പുറത്ത് പ്രഗ്നൻസി വരുന്ന ഒരു അവസ്ഥയാണല്ലോ ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അത് ട്യൂബിൽ വരാം, ഓവറിൽ വരാം, പലയിടത്തും നമുക്കത് പ്രഗ്നൻസി വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഗ്നൻസി വന്നു കഴിയുമ്പോഴത്തേന് പലപ്പോഴും അതിനൊരു ഓപ്പറേറ്റീവ് മെത്തഡോളജിയൊക്കെ പോയി നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് അതിനെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് മുമ്പ് പലപ്പോഴും റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ, നമ്മൾ ഈ ഭ്രൂണത്തെ, ഈ എംബ്രിയോയെ നമുക്ക് തിരിച്ച് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ എന്തെങ്കിലും സയൻസ് പുരോഗമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സയൻസ് ഇല്ല. കാരണം നമ്മുടെ ഫെലോപ്പിൻ ട്യൂബ് അഥവാ അണ്ടവും ബീജവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് നമ്മൾ ഈ ഫെലോപ്പിൻ ട്യൂബിനുള്ളിലാണ്. അവിടെ ഈ ഒരു ഭ്രൂണം ആയിക്കഴിഞ്ഞാൽ ആ ഭ്രൂണം തിരിച്ച് യൂട്രസിനുള്ളിൽ വന്ന് പിടിക്കണം. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ അൺഫോർച്ചുനേറ്റ്ലി ട്യൂബിൽ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി. അവിടെ ആ ടിഷ്യൂസ് രണ്ടും കൂട്ടിമുട്ടി കഴിഞ്ഞു. അത് ട്യൂബിലിരുന്ന് ഡെവലപ്പ് ചെയ്താൽ എന്ത് പറ്റും? ട്യൂബ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് പൊട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം വയറ്റിനുള്ളിൽ ക്രമാതീതമായിട്ട് ബ്ലീഡിങ്, നമ്മൾ പോലും അറിയാതെ ബ്ലീഡിങ് ഉണ്ടാവുകയും അത് ജീവന് തന്നെ ഹാനികരമായ ഒരു സിറ്റുവേഷനിലോട്ട് ഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എക്ടോപിക് പ്രഗ്നൻസി വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. ശരിക്കും മരണം വരെ സംഭവിക്കാവുന്നൊരു പ്രശ്നമാണത്.